അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈനാസ് വ്ലോഗ്. ഇപ്പോൾ ഒന്ന് SSLC എക്സാമാണ്. നമ്മളെ മക്കൾ SSLC എക്സാം എഴുതാൻ പോകുന്നത് പോലെ തന്നെ ഈ പൊന്നുമോൻ ഷഹബാസ് മോനൊന്ന് SSLC എക്സാം എഴുതാൻ കൂടെ കാണേണ്ടതാണ്. പൊന്നുമോന് മാത്രം ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. പടച്ചവൻ്റെ വിധിയായിരിക്കും. അതുപോലെ തന്നെ ആ മോന് ഈ ഒരു സാഹചര്യം വരുത്തിയ അവരും SSLC പരീക്ഷ എഴുതാൻ ഒരു കാരണവശാലും എഴുതാൻ പാടില്ല. അത് അനുവദിക്കരുത്. അവരും ഒരു കുട്ടിയുടെ വേദന എന്താണെന്ന് അറിയണം. എഴുതാൻ പറ്റാത്തത് ഒരു രക്ഷകർത്താവിനും, ഇപ്പോൾ ഷഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും അനുഭവിക്കുന്ന വേദന ഒരു രക്ഷകർത്താവിനും ഉണ്ടാതിരിക്കട്ടെ. പടച്ചവൻ എല്ലാവരുടെ മക്കളെയും കാക്കട്ടെ. എന്ത് സമാധാനത്തിലാണ് നമ്മളെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലിരിക്കുക? ഒരു സമാധാനവും ഇല്ല, ഒരു ഗ്യാരൻറ്റിയും ഇല്ല. എല്ലാം പടച്ചവൻ്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാനേ പറ്റുള്ളൂ. എന്തായാലും ആ പൊന്നുമോൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സഹിക്കാനും ക്ഷമിക്കാനും താങ്ങാനുള്ള മനസ്സ് കൊടുക്കട്ടെ. പാവം ആ പൊന്നുമോൻ എന്ത് വേദന സഹിച്ചാൽ മരിച്ചത്. പടച്ചവനെ ലാസ്റ്റിൽ ആ ഉമ്മയോട് പറയുന്നു, എൻ്റെ തല വലുതാവുന്നു ഉമ്മ എന്ന് പറയുന്നു. പടച്ചവനെ ആ മോൻ എന്ത് വേദന സഹിച്ചിട്ടുണ്ട് റബ്ബേ. ഒരു കുട്ടിയേക്കും ഇങ്ങനെ ഒരു അവസ്ഥ നീ വെക്കല്ലേ റബ്ബേ. +1ഉം +2ഉം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1ൽ ചെല്ലുമ്പോൾ അവിടെ റാങ്കിങ്, കോളേജിൽ ചെല്ലുന്നാൽ അവിടെ റാങ്കിങ്, മരണവും ഇതും മാത്രമേ കേൾക്കാനുള്ളൂ. എല്ലാവരുടെ മക്കളെയും നീ രക്ഷിക്കണേ പടച്ചവനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ SSLC എഴുതുന്ന എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.